1 കൊരിന്ത്യർ 10 അധ്യായം 10 വചനത്തിൽ പൗലോസ് എഴുതുന്നു, യഹൂദ ജനം വാഗ്ദത്ത ദേശത്തിൽ എത്തിച്ചേരും മുമ്പ് പിറുപിറുത്തവരൊക്കെയും ദൈവം നശിപ്പിച്ചു. ദൈവ ആശ്രയം ഇല്ലാത്തവനാൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയില്ല. ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാത്തവൻ ചെയ്യുന്നത് പിറുപിറുക്കം. കഷ്ടത വരുമ്പോൾ നീ ഒന്ന് മനസ്സിലാക്കണം, എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഈ കഷ്ടത വന്നിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകം ക്ലിയറായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കഷ്ടത 2 പ്രാവശ്യം നിന്റെ ജീവിതത്തിൽ പൊങ്ങി വരികയില്ല. അതുകൊണ്ട് സ്തുതിച്ചാട്ടെ. രണ്ടാമത് ദൈവബൈബിളിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നിന്റെ കപ്പാസിറ്റിക്ക് തക്കതിന്റെ അധികമായി കഷ്ടത ദൈവം അനുവദിക്കുകയേ ഇല്ല. 1 കൊരിന്ത്യർ 10:13. മൂന്നാമത്തെ പറഞ്ഞ് നീ മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത ദൈവം അനുവദിച്ചാൽ അതിനെ ജയിക്കുവാനുള്ള ഒരു പോംവഴിയും ദൈവം നിനക്ക് നൽകിയിട്ടേ കഷ്ടത അനുവദിക്കുകയുള്ളൂ. 1 കൊരിന്ത്യർ 10:13 പ്രകാരം. നാലാമത്, നീ ദൈവത്തെ സ്നേഹിക്കുന്ന ആളായിരുന്നാൽ നിന്റെ കഷ്ടതയുടെ അവസാനം നാശമല്ല, അത് പ്രത്യാശ ഉളവാക്കും, അല്ലെങ്കിൽ അത് നന്മയായിത്തീരും. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. Therefore, നിന്റെ നാവിൽ നിന്ന് ആദ്യം സ്തുതി പുറപ്പെടട്ടെ, സ്തുതി പുറപ്പെടട്ടെ. എത്രയോ അത്ഭുതങ്ങൾ. ഈ അത്ഭുതം കർത്താവ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് സാക്ഷീകരിക്കുവാൻ ജനത്തെ കിട്ടുന്നില്ല. നന്ദിയില്ലാത്ത ജനം, നന്ദിയില്ലാത്ത ജനം. വിടുതൽ കിട്ടുക, ഓടുക. ഇന്നലെ എറണാകുളത്തിൽ നിന്ന് ഒരു ഡീന എന്നുള്ള സഹോദരി ഫോൺ ചെയ്യുന്നു. 9 മാസങ്ങൾക്ക് മുമ്പ് യൂട്രസിൽ ക്യാൻസർ കണ്ടുപിടിച്ച് ഹീമോതെറാപ്പി ചെയ്യുവാൻ വിധി എഴുതപ്പെട്ട യുവതി ഇന്ന് 8.5 മാസം ഗർഭിണിയാണ്. പ്രാർത്ഥനയുടെ ശക്തി. 9 മാസങ്ങൾക്കും നിങ്ങളുടെ ഊമ്പിൽ ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉണ്ട്. ഹീമോതെറാപ്പിക്ക് എഴുതി കൊടുത്ത മകൾ നിലവിളിയോട് പ്രേയർ ഗാർഡൻസിൽ ഫോൺ ചെയ്ത് കർത്താവിന്റെ ദാസി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ക്യാൻസർ മാറിപ്പോകട്ടെ, അതിന് പകരം ഒരു കുഞ്ഞ് സ്ഥാപിതമാകട്ടെ. Can you believe, brother? Can you believe, sister? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ യേശു ഏത് സെക്കൻഡിൽ ക്യാൻസർ തുടച്ചു മാറ്റിയോ അതേ സെക്കൻഡിൽ അവിടെ ഗർഭത്തിൽ ഒരു കുട്ടിയെ വച്ചവൾ അനുഗ്രഹിച്ചു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ, കർത്താവിനെ സ്തുതിച്ചാട്ടെ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാകളങ്ങൾ മൂടിയിടുമ്പോൾ പൂണ്ടലം വിറയ്ക്കുമേ, കാകളങ്ങൾ മൂടിയിടുമ്പോൾ പൂണ്ടലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിൽ ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിൽ ജയം ജയം എപ്പോഴും. ഈ വില്ലുപാട്ട് കച്ചേരിയിൽ ചിങ്കി അടിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ?
കച്ചേരി കഴിഞ്ഞ് അവർ പോയിട്ടും ഇവൻ ചിങ്ങി അടിച്ചുകൊണ്ടേയിരിക്കും. ഉറങ്ങിപ്പോയി അടിച്ചടിച്ച്. കച്ചേരി കഴിഞ്ഞത് അറിഞ്ഞില്ല, ജനം പോയതും അറിഞ്ഞില്ല. അതേപോലെ അനേകർ ചിങ്കിയടിയാണ്, ഉറങ്ങി ഉറങ്ങി. കൈ ഉയർത്തുക, കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആമേൻ. തകർക്കുന്ന രാജരാജൻ ന്റെ മുമ്പിലാ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലാ, നായകന ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം. നായകന ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ power 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 power. Agni 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 agni. Ragala dan dana dabala jabara shala dan dana dabala jabara khala dan dana dabala jaba. Power 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 power. Agni 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 agni. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. കൃപാവരങ്ങളിൽ ജ്വലിക്കുക, ആത്മാവിൽ നിറയുക, കൃപാവരങ്ങൾ ജ്വലിക്കുക. പുതുശക്തി പുതുശക്തി പുതുശക്തി. അടിക്കടി ബോധം കെട്ട് വീഴുന്ന ജന്നി എന്ന് ഓമന പേരിട്ട് വിളിക്കപ്പെടുന്ന അനേകരെ കർത്താവ് തുടർന്ന് ശൈത്താന്റെ കരത്തിൽ നിന്ന് ഇപ്പോൾ മുറിച്ച് തന്റെ ജനത്തെ ഇപ്പോൾ മോചിക്കുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ. എന്റെ വലതു ഭാഗത്തിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ ശരീര രീതിയിൽ ഒരിക്കലും ചേരുകയില്ല എന്ന് വിധി എഴുതപ്പെട്ട് മക്കളില്ലാതെ എത്തിയ ആ ദമ്പതിയെ കർത്താവ് തൊട്ട് ഈ മാസം മുതൽ അനുഗ്രഹിക്കുന്നു. കൃപ 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 കൃപ. തകർന്ന കുടുംബ ജീവിതങ്ങളെ കർത്താവ് ഒന്നിപ്പിക്കുന്നേ. അവൾ അവളുടെ വീട്ടിൽ, അവൻ അവന്റെ വീട്ടിൽ. ദുഷ്ടപിശാച് തകർത്ത കുടുംബ ബന്ധങ്ങളെ ഇട ഒന്നാക്കുന്നു ഒന്നാക്കുന്നു. യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില്. നീ പ്രാർത്ഥനക്കാരി, നീ പ്രാർത്ഥനക്കാരൻ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിന്റെ ജോലി സ്ഥലത്ത്, ഓഫീസിൽ നിന്ദിക്കപ്പെട്ട് തരം താഴ്ത്തപ്പെടുന്ന അവസ്ഥയിൽ എത്തിയ ദൈവജനത്തെ കർത്താവ് ഇതാ കരം തൊട്ട് ഉയർത്തുന്നു, അനുഗ്രഹിക്കുന്നു, ബലപ്പെടുത്തുന്നു. കൃപ 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 കൃപ. താൻ തോന്നി ജീവിതം നയിക്കുന്ന നിങ്ങളുടെ തലമുറയെ കർത്താവ് തൊട്ട് നേരെയാക്കുന്നു, നേരെയാക്കുന്നു. താൻ തോന്നി ജീവിതം നയിക്കുന്ന നിങ്ങളുടെ തലമുറ കർത്താവ് തൊട്ട് നേരെയാക്കുന്നു, നേരെയാക്കുന്നു. സ്വർഗം താണിറങ്ങി വരുന്നു, 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 സ്വർഗം താണിറങ്ങി വരുന്നു. നിങ്ങളില്ല തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുമ്പിലാ, തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുമ്പിലാ, നായകന ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം. നായകന ഉള്ളതിനാൽ ജയം ജയം നിശ്ചയം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം എപ്പോഴും, ജയം ജയം എപ്പോഴും. യേശുരാജ നാമത്തിന് ജയം ജയം എപ്പോഴും. സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ മുൻഗണന ആർക്ക്? ആർക്ക്? നിന്റെ ഭാര്യ
ദൈവമാക്കി കളയരുത്. നിന്റെ മക്കളെ ദൈവമാക്കി കളയരുത്. നിന്റെ ഭർത്താവിന് എന്റെ ചേട്ടൻ എന്ന് ദൈവമാക്കി കളയരുത്. ഭർത്താവ് ഭർത്താവ് തന്നെ, മക്കൾ മക്കൾ തന്നെ, അപ്പൻ അപ്പൻ തന്നെ, ഭാര്യ ഭാര്യ തന്നെ. ഒരു ബാലൻസ്ഡ് ബന്ധം ഉണ്ടാകണം. വിട്ടുകളയേണ്ട ബന്ധങ്ങളെ വിട്ടുകളയണം. മുൻഗണന നൽകുന്ന എന്റെ ദൈവത്തിന് മുൻഗണന നൽകണം. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. രണ്ടാമത് ആർ പുറപ്പെടണം? യഹൂദ പുറപ്പെടട്ടെ. യഹൂദ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി. നിന്റെ സകല അവസ്ഥയിലും സ്തുതി മുമ്പിൽ നിൽക്കട്ടെ. അടുത്ത് മത്തായി 26:40-41. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? ഏത് അവസ്ഥയിലും, ഏത് തളർച്ചയിലും, ഏത് കയ്പിലും, ഏത് പരാജയത്തിലും, ഏത് ഒറ്റപ്പെടലിലും, ഏത് നിന്ദയിലും പ്രാർത്ഥന മുമ്പിൽ നിൽക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ ശതാധിപൻ കൊർന്നേലിയുസിനെ കുറിച്ച് വേദപുസ്തകം ഒരു പോയിന്റ് രേഖപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 2-ാം വചനത്തിൽ കൊർന്നേലിയുസ് രാവിലെ മാത്രമല്ല പ്രാർത്ഥിച്ചത്, ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, രോഗം വന്നാൽ മാത്രമല്ല പ്രാർത്ഥിച്ചത്, ചിട്ടി കിട്ടാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, ഒരു നല്ല കല്യാണം നടക്കാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, ഇന്റർവ്യൂവിന് പോകുമ്പോൾ മാത്രമല്ല പ്രാർത്ഥിച്ചത്, എലിപ്പനി പിടിച്ചപ്പോൾ മാത്രമല്ല പ്രാർത്ഥിച്ചത്. ദൈവ പൈതലെ, വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഉന്നത പട്ടാള ഉദ്യോഗസ്ഥൻ അപ്പോസ്തല പ്രവൃത്തി 10:2 പ്രകാരം അവൻ എപ്പോഴും പ്രാർത്ഥിച്ചു. ആമേൻ, ഹല്ലേലൂയ. എപ്പോഴും പ്രാർത്ഥിച്ചവന്റെ വീട്ടിൽ വചനം നമ്മെ പഠിപ്പിക്കുന്ന നട്ടുച്ച സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൈവദൂതൻ ഇറങ്ങി അവന്റെ വീട്ടിൽ നടക്കുന്നത് അവൻ കണ്ട്. നീ എപ്പോഴും പ്രാർത്ഥിച്ചാൽ നിന്റെ വീട്ടിന്റെ ഹാളിൽ യേശു ഇറങ്ങി നടക്കും. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബൈബിൾ നമ്മ ഒരു മർമ്മം പഠിപ്പിക്കുന്ന സഭാപ്രസംഗി 9-ാം അധ്യായം 2-ാം വചനത്തിലെ എല്ലാവർക്കും എല്ലാം ഒരുപോലെ. ആമേൻ. തളർന്നു പോകരുതേ വചനം കേട്ടിട്ട്, ക്ഷീണിച്ചു പോകരുതേ വചനം കേട്ടിട്ട്. യാഗം അർപ്പിക്കുന്നവനും യാഗം അർപ്പിക്കാത്തവനും, അതിന്റെ അർത്ഥം പ്രാർത്ഥനയ്ക്ക് വരുന്നവനും പ്രാർത്ഥനയ്ക്ക് വരാത്തവനും എല്ലാവർക്കും എല്ലാം ഒരുപോലെ എന്ന് സാലമൻ രാജ എഴുതി വെച്ചിട്ടുണ്ട്. ശരിയാണോ? ശരിയാണോ? പ്രിയമുള്ളവരെ, ക്രിസ്തുവോട് പ്രാർത്ഥിക്കുന്നവനും ക്രിസ്തുവോട് പ്രാർത്ഥിക്കാത്തവനും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഭക്തനും മറ്റവനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇവിടെ സോളമൻ എഴുതി വെച്ചിട്ടുണ്ട്, യാഗം അർപ്പിക്കുന്നവനും യാഗം അർപ്പിക്കാത്തവനും എല്ലാം ഒരുപോലെ അല്ല. 4-ാം വചനം അതിന്റെ ഡിഫറൻസ് നമ്മ പഠിപ്പിക്കുന്ന. വായിക്കാം, സഭാപ്രസംഗി 9:4. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവർക്ക് ഒക്കെയും പ്രത്യാശയുണ്ട്. പ്രത്യാശ ഉണ്ട്. 10 വർഷം, 15 വർഷം, 20 വർഷം ഉത്സവപ്പറമ്പിൽ പോയി മന്ത്രവാദം ചെയ്ത് അവിടെ പോയി ഇവിടെ പോയി മക്കളെ കിട്ടിയില്ല, ഡോക്ടർമാർ എഴുതി കുഞ്ഞിനെ കിട്ടത്തേയില്ല, ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് മക്കളെ കിട്ടത്തില്ല. പ്രാർത്ഥിക്കാത്തവൻ, യേശുവിൽ ആശ്രയമില്ലാത്തവൻ ചെന്ന് തൂങ്ങിച്ചാകും.
പാൽഡാൽ കുടിക്കും, വിഷം കഴിക്കും. പക്ഷേ ദൈവസന്നിധിയിൽ നീ ഒരു നാളെങ്കിലും കടന്നു വന്ന് കർത്താവിന്റെ വചനം കേൾക്കേണ്ട രീതിയിൽ കേട്ടിട്ട് ഉണ്ടെങ്കിൽ നിന്നെ ആത്മഹത്യ ചെയ്യുവാൻ എന്റെ ദൈവം അനുവദിക്കുകയേ ഇല്ല. നിന്റെ മരണത്തിന് മുമ്പ് നാട്ടുകാരും ദേശക്കാരും നിന്ദിച്ചവരും പരിഹസിച്ചവരും കാണേ നിന്റെ ജീവിതത്തിൽ ഒരു തലമുറയെ തന്ന് നിന്നെ മാനിച്ചിട്ട് നിന്നെ ഈ ഭൂമി വിട്ട് ദൈവം എടുക്കുകയുള്ളൂ. അതാണ് പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിൽ ഉള്ള വ്യത്യാസം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകയാൽ പ്രാർത്ഥിക്കുക. എപ്പോൾ പ്രാർത്ഥിക്കുന്നത് നല്ലത്? ആബ്രഹാം ഉൽപ്പത്തി പുസ്തകം 22:3 അടിരാവിലെ പ്രാർത്ഥിച്ചു. ആമേൻ. യോബ് പുസ്തകം 1:5 ദേവത്തൻ യോബ് രാവിലെ പ്രാർത്ഥിച്ചു. യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 28:18 പ്രകാരം അടികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു. നമ്മുടെ അപ്പനും രക്ഷിതാവുമായ യേശു മർക്കോസ് 1:35 പ്രകാരം അടിരാവിലെ പ്രാർത്ഥിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് പത്രം അന്വേഷിക്കുന്നതേക്കാൾ, ബെഡ് കോഫി അന്വേഷിക്കുന്നതേക്കാൾ, മറ്റ് എന്തെങ്കിലും ചെയ്യുന്നതേക്കാൾ യേശു ക്രിസ്തുവിന്റെ പൊന്മുഖം അന്വേഷിക്കുന്നത് എല്ലാവർക്കും നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് ഇവിടെ ആഹ്വാനം നൽകുന്നത് ഒരു നാഴിക നേരം, തമിഴിൽ 1 മണി നേരം, an hour, 60 മിനിറ്റ്, 1 മണിക്കൂർ ദൈവത്തിന് കൊടുക്കേണ്ടത് ദശാംശമാണ്. 10-1. ഒരു നാളിൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഏകദേശം 2.5 മണിക്കൂർ നേരം നാം ദൈവത്തിന് കൊടുക്കണം. അതാണ് ദശാംശം. പക്ഷെ കർത്താവ് ഇവിടെ അന്വേഷിക്കുന്നത്, മകളെ എനിക്കിനി ദശാംശം തരേണ്ട, 1 മണിക്കൂർ തരുമോ? കൊടുക്കുമോ? ഇന്നു മുതൽ കൊടുക്കുമോ? അതിരാവിലത്തെ സമയം പത്രവും പാലും ചാപ്പാടും ടിവിയും മനുഷ്യമുഖമും ബെഡ് കോഫിയും അന്വേഷിക്കും മുമ്പ്, നേരെ ഇരുട്ട് വെളുക്കും മുമ്പ് യേശുവിന്റെ പൊന്മുഖം 1 മണിക്കൂർ അന്വേഷിച്ചു ദൈവസന്നിധിയിൽ കടന്നു വരുമോ? മുൻഗണന പ്രാർത്ഥനയ്ക്ക്. അത് ചെയ്യുക. കൈ ഉയർത്താൻ പോകുന്നില്ല, കൈ ഉയർത്താൻ ഞാൻ പറയുന്നില്ല. അത് ചെയ്യുക. നീയും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാദ്യഘോഷങ്ങളോടു നാം തിന്റെ പാട്ടുകൾ, വാദ്യഘോഷങ്ങളോടു നാം ജയത്തിന്റെ പാട്ടുകൾ ആഘോഷമായി പാടിയിടുക ശുദ്ധിമാന്മാ സഭയിൽ. ആഘോഷമായി പാടിയിടുക ശുദ്ധിമാന്മാ സഭയിൽ. ജയം ഹല്ലേലൂയ, ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിന് ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം. ഹല്ലേലൂയ, 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 ജയമേ. ഹല്ലേലൂയ, 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 ആമേൻ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു കൃപ കൃപ.
അടുത്ത് സദൃശവാക്യം 3-ാം അധ്യായം 9-10 വചനങ്ങൾ ശ്രദ്ധിപ്പിൻ. സദൃശവാക്യം 3:9-10. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്ക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. ഹല്ലേലൂയ. ആദ്യം അവന്റെ രാജ്യം നീതിയും, ആദ്യം സ്തുതി പുറപ്പെടട്ടെ, ആദ്യം പ്രാർത്ഥന, ആദ്യം ഫലം നിനക്കല്ല, ദൈവത്തിന്. ഓരോരുത്തര് ഇരിക്കുന്ന ഇരിപ്പ് നോക്കിയാൽ ഈ അഴുകിയ മീനും വെച്ചിട്ട് പൂവാർ ചന്തയിൽ മീൻകാറി ഇരിക്കുന്നത് പോലെ എവനെങ്കിലും വരുമോ കൊണ്ടുപോകണമോ? ദൈവസന്നിധി എന്ന് അറിഞ്ഞിരിക്കുക. പള്ളിയല്ല. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വിടരുത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഈ മലയോര പ്രദേശങ്ങൾ സുവിശേഷമായി കടന്നുപോയി. ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാർ കേന്ദ്രീകരിച്ച് 10,000 കർത്താവിനെ അനുഗ്രഹമാക്കി തീർത്ത് അവിടുത്തെ അച്ഛന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് കാണണം. ഈസ്റ്റ് കേരള ഡയസിസ് അച്ഛന്മാർ, അവരെ കണ്ടു പഠിക്കണം. കാരണം കഷ്ടത, കുന്ന്, മല, ശമ്പളം കുറവ്, ശരിക്കും പ്രവർത്തിച്ചാലേ പള്ളിയിൽ ആളുകയുള്ളൂ. ആ അവസ്ഥയിൽ അവർ ദൈവത്തോട് നിലവിളിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യ ഫലം കർത്താവിന്. ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 7-ാം വചനത്തിൽ 3.5 ആണ്ടുകാലം വരൾച്ചയിൽ കിടന്ന ഇസ്രായേൽ മരുഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം തന്റെ ദാസൻ എലിജാവിന് ഖരീത്ത് തോട്ടത്തിൽ ഒഴുകുന്ന വെള്ളമുഖാന്തരം പുലർത്തി ദാഹം തീർത്ത് ഖരീത്ത് തോടും വറ്റിപ്പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം എലിജാവിനോട് കൽപ്പിക്കുന്നു, ഗോ ടു സറാഫത്ത്. സറാഫത്തിനുള്ള പട്ടണത്തിലേക്ക് കടന്നു പോക. നിന്നെ പുലർത്തേണ്ടതിന് ഒരു വിധവ സ്ത്രീയെ ഞാൻ കണ്ടിരിക്കുന്നു. എലിജ സറഫത്തിൽ കടന്നുപോയി. ആ വിധവ സ്ത്രീ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ കണ്ട്, ഒരു പാത്രം വെള്ളം കൊണ്ടുവന്ന് തരണമേ. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 11-12 വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൾ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ പോകുമ്പോൾ എലിജ ഒരു കാര്യം അവളോട് പറയും, ഒരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരണമേ. അത് കേട്ടിട്ട് അവളുടെ ഹൃദയം തകർന്നിട്ട് പറയുന്ന വാക്കുകൾ, അവളുടെ കയ്പിന്റെ അവസ്ഥ. 12-ാം വചനം ശ്രദ്ധിപ്പിൻ. 1 രാജാക്കന്മാർ 17:12. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ല. കലത്തിൽ ഒരു പിടി മാവ്, തുരുത്തിയിൽ അല്പം എണ്ണ, ഇതല്ലാതെ എനിക്കും എന്റെ മകനും ഒന്നുമില്ല. ഇതുകൊണ്ട് ഒരു അട ഉണ്ടാക്കി, ഒരു അപ്പം ഉണ്ടാക്കി ഞാനും മകനും കഴിച്ചിട്ട് മരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പദ്ധതി. കയ്പ്, എന്റെ ജീവിതം കയ്പ്. ഉടനെ കർത്താവിന്റെ അഭിഷക്തൻ അവളോട് പറയുന്നു, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. 13-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, ചെന്ന് നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. ഹല്ലേലൂയ. വായിക്കാം ഒരു മനോഹരമായ വചനം. Read it. ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക. ആദ്യം എനിക്ക്, പിന്നെ നിനക്കും നിന്റെ മകനു വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. ഇവിടെയാണ് അനുഗ്രഹം മറഞ്ഞു കിടക്കുന്നത്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആദ്യം എനിക്ക് കൊണ്ടുവരിക,
Elijah, God's prophet, did not ask for himself. He asked for God in heaven. എനിക്ക് കൊണ്ടുവരിക എന്ന് കർത്താവിന്റെ അഭിഷക്തൻ ചോദിച്ചത് തനിക്കല്ല, ദൈവത്തിന് കൊണ്ടുവരിക, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് ആദ്യം കൊണ്ടുവരിക, പിന്നെ നിനക്ക്. അതുപോലെ അവൾ ചെയ്ത് ഒരു അട ഉണ്ടാക്കി മകനും അമ്മയും കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരുന്നവൾ ദൈവ വേലയ്ക്ക് ആദ്യം കൊടുത്തപ്പോൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, അവളത് അനുഗ്രഹിച്ച്, മകന് അനുഗ്രഹിച്ച്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയിടും ഇല്ല. ആദ്യം എനിക്ക്, ആദ്യം നിനക്ക്, ദൈവത്തിന്, പിന്നെ എനിക്ക്. ഇന്ന് പലരുടെ ജീവിതത്തിലും ആദ്യം എനിക്ക്, പിന്നെ മിച്ചമുണ്ടെങ്കിൽ ദൈവമേ നിനക്ക്. ശമ്പളം വാങ്ങിച്ചിട്ട് ഇടുപ്പിൽ ചൊരിയിട്ട് എഴുതിയിടും ചിട്ടി. അരി, പയറ്, മൂത്ത മോള്, രണ്ടാമത്തെ മോള്, മൂന്നാമത്തെ മോന്, കറണ്ട് ബില്ല്, വെള്ളം ബില്ല്, മിച്ചം 0. ദൈവമേ നിനക്ക് കടം, അടുത്ത മാസം തന്നോളാം കടം, ഒരു സ്ഥലം. ചിലർ 10 രൂപ എടുത്ത് മാറ്റിവെച്ചിട്ട് പറയും, മൂത്ത മോളുടെ കള്ള ബന്ധം ഒന്ന് തീർന്നാൽ ഇത് അങ്ങ് കൊടുക്കാം, 10 രൂപ. 10 രൂപ മാറ്റിവെച്ചിട്ട് പറയും, ഭർത്താവിന്റെ ബ്രെയിൻ ട്യൂമർ മാറിയാൽ ഈ 10 രൂപ മൈനിയോട് പ്രയർ ഹാളിൽ കൊടുത്തയക്കാം. അതും വരത്തില്ല, അതും വരത്തില്ല. വക്രത മാറ്റിക്കളയുക. ഈ ഇന്ദിര ഇന്ദിര എന്ന് ഇവിടെ വിളിച്ചത് കുഞ്ഞ് വയറിൽ കിടന്ന് ചെത്ത് താമസിക്കുന്നത് ഇരുമ്പില്ലാണ്. ഒരു സാക്ഷിയ അമ്മച്ചി വന്ന് പിറുപിറുന്ന് പയർ ഇവിടെ വറുത്തിട്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല. പ്രിയമുള്ളവരെ, ഞങ്ങളെ ഉറങ്ങാൻ വിട്ടില്ല. 8 ദിവസം രാവിലെ പകല്. കുഞ്ഞിന് കിഡ്നി ഇല്ല, കുഞ്ഞിന് ഹാർട്ടില്ല, കുഞ്ഞിന് ഷുഗറാണ് അധികം. ഒന്ന് പ്രാർത്ഥിക്കണമേ. എന്റെ കുഞ്ഞിന് വന്നതുപോലെ ഞങ്ങൾ നിലവിളിച്ച് കർത്താവ് കിഡ്നി കൊടുത്ത്, ഷുഗർ മാറ്റി, ഹാർട്ട് കൊടുത്ത്, ഒരു ഭയങ്കര ചുരുക്കനായ മോനെ കൊടുത്ത്. എവിടെ ഞാൻ കോടതിയിൽ കിടന്ന് ആമീൻ വിളിക്കുന്നത് പോലെ ഇന്ദിര ഇന്ദിര ഇന്ദിര. ഇത് കർത്താവിന്റെ വേലയാണ്. അധികം കളിച്ചു കളയരുത്. കയ്യിരിപ്പ് വിടുന്നത് എല്ലാവർക്കും നല്ലത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം ദൈവമേ നിനക്ക്, പിന്നെ എനിക്ക്. ആ സ്റ്റാൻഡിൽ നിന്നാൽ ദൈവം നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. പുറപ്പാട് പുസ്തകം 22:29 വായിക്കാം. പുറപ്പാട് 22:29. നിന്റെ വിളവും ദ്രാവവർഗവും അർപ്പിപ്പാൻ താമസിക്കരുത്. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെ എനിക്ക് തരേണം. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതന് ദൈവവേലയ്ക്ക് കൊടുക്കണം. അതിന്റെ അർത്ഥം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം എപ്പോഴാണ്? 32 പല്ലിൽ 30 വീണ്, ഒരു പല്ല് തെക്ക് ഭാഗത്ത് നിൽക്കും, ഒരു പല്ല് വടക്കോട്ട് നിൽക്കും. അപ്പോഴല്ല നല്ല യങ് ബ്ലഡ്. നിന്റെ ചെറുപ്പകാലം. യേശു കർത്താവ് തന്റെ ചെറുപ്പകാലത്തിലാണ് നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചത്. അതാണ് ആദ്യ ഫലം. Serve God when you are still young, my sister. Serve God when you are still young, my brother. നിന്റെ യുവത്വം ദൈവത്തിന് നൽകിയാട്ടെ.
അതാണ് ആദ്യ ഫലം. അതിന്റെ പേരാണ് ആദ്യ ഫലം. ഒരു ദിവസത്തിൽ നല്ല സമയം അടിരാവിലെ സമയം ദൈവസന്നിധിയിൽ ചെലവഴിച്ചാട്ടെ, അതാണ് ആദ്യ ഫലം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനെ വല്ലവനെ പൊന്ന് കാണ്ടനെ ഹല്ലൽ തീർക്ക എന്നു വന്ന് ചേർത്തിടുമെന്നെ. നല്ലവനെ വല്ലവനെ പൊന്ന് കാണ്ടനെ ഹല്ലൽ തീർക്ക എന്നു വന്ന് ചേർത്തിടുമെന്നെ. തുല്യമില്ല മോടത്തോട് വീണകളേണ്ടി. ഹല്ലേലൂയ. തുല്യമില്ല മോടത്തോട് വീണകളേണ്ടി. ഹല്ലേലൂയ. ഗാനം പാടിടുവാനാ. ഹല്ലേലൂയ. ഗാനം പാടിടുവാനാ. ആമേൻ. ചേർന്നിരിപ്പ എത്ര മോടമേ യേശുവിന ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പ് എത്ര മോദമേ. യേശുവിന ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. അടുത്ത് മത്തായി 5:23-24 വചനങ്ങൾ. മത്തായി 5:23-24. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠങ്ങൾ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പ്രാർത്ഥന പിന്നെ. ആമേൻ. സ്തോത്രവും സ്തുതിയും പിന്നെ. കൊടക്ക് വന്നാൽ പറയും, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിപ്പോയി, അല്ലെങ്കിൽ നിനക്ക് ഞാൻ കാണിച്ചു തരാമായിരുന്നു, പോയിട്ട് വരട്ട്, നോക്കിക്കോ. പ്രാർത്ഥന പിന്നെ. ഒന്നാമത് സഹോദരനോട് നിരന്നുകൊള്ളുക. ആമേൻ, ആമേൻ. അത്ഭുതം നിന്റെ വീട് തേടി വരും. Hallelujah. First reconcile with your own brother. നാം നിരപ്പ് പ്രാപിക്കേണ്ടത് 3 തരത്തിലാണ്. ഒന്ന്, ദൈവത്തോട്. നിങ്ങളും ഞാനും പാപം ചെയ്താൽ ആ പാപം ദൈവത്തോട് എതിരായി ചെയ്യുന്നു, ദൈവത്തിന് എതിരായി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 39:9 വചനത്തിൽ കർത്താവിന്റെ വിശുദ്ധ ദൈവ പൈതൽ ജോസഫിന്റെ ജീവിതത്തിൽ പാപം ചെയ്യുവാൻ ഒരു സന്ദർഭം വന്നപ്പോൾ അവൻ നിലവിളിക്കുന്നു. ഉൽപ്പത്തി 39:9 വായിക്കാം. ഉൽപ്പത്തി 39:9. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ഈ മഹാദോഷം പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. When you sin, my brother, you are transgressing against your God. നീ പാപം ചെയ്യുന്നത്, നീ വഷളത്വം കാണിക്കുന്നത്, നീ വെല്ലുവിളിക്കുന്നത്, നീ കപടത്തനം കാണിക്കുന്നത്, നീ ദുഷ്ടത പ്രവർത്തിക്കുന്നത്, നീ കൈക്കൂലി വാങ്ങുന്നത്, ആ പാപം ദൈവത്തിന് വിരോധമായി നീ ചെയ്യുന്നതാണ്. ആകയാൽ ഈ ദൈവത്തോട് നിരന്നുകൊള്ളുക. സരിസവാക്യം 28:13 നമ്മ പഠിപ്പിക്കുന്ന യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന്
മനുഷ്യന്റെ അടുക്കൽ കടന്നുപോയല്ല, പുണ്യവാളന്റെ അടുക്കൽ കടന്നുപോയല്ല, വിഗ്രഹത്തിന്റെ മുമ്പിൽ കടന്നുപോയല്ല, വികാരിയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി മാനസാന്തരപ്പെടാനല്ല. സ്വർഗത്തിലെ ഒരു ദൈവം ഇന്നും ജീവനോട് ഉണ്ട്. അവന്റെ പേരാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അവന്റെ മുമ്പിൽ കടന്നു വന്ന് എല്ലാം ഏറ്റു പറഞ്ഞ് അത് എന്നേക്കുമായി ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തോടുള്ള നിരപ്പ് നിനക്ക് ലഭിക്കുന്നു. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. രണ്ടാമത്, റീകൺസൈൽ വിത്ത് യുവർ ഓൺ കോൺഷ്യൻസ്. നിന്റെ മനസ്സാക്ഷിയോട് നിന്നെ നിരപ്പ് പ്രാപിക്കണം. മനസ്സാക്ഷി, നല്ല മനസ്സാക്ഷി നീ കാത്തു സൂക്ഷിക്കണം. ദൈവത്തോടും. അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായം 16-ാം വചനത്തിൽ തന്റെ ഡിഫൻസ് സമർപ്പിക്കുമ്പോൾ അപ്പോസ്തല പൗലോസ് പറയുന്നു, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. ക്ലിയർ കോൺഷ്യൻസ് വിത്ത് ഗാഡ്, ക്ലിയർ കോൺഷ്യൻസ് വിത്ത് മെൻ. മനുഷ്യരോട് കുറ്റമില്ലാത്ത മനസാക്ഷി, ദൈവത്തോട് കുറ്റമില്ലാത്ത മനസാക്ഷി. നിന്റെ മനസാക്ഷി മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 14-ാം വചനത്തിൽ ഒരു പോമഴി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ രക്തം നിന്റെ മലിനപ്പെട്ട കുറ്റമുള്ള ദുർമനസാക്ഷിയെ കഴുകി നല്ല മനസാക്ഷിയായി മാറ്റുവാൻ കഴിയും. മൂന്നാമത് നീ നിരപ്പ് പ്രാപിക്കേണ്ടത് മത്തായി സുവിശേഷകന്റെ വചനത്തിൽ നാം വായിച്ചല്ലോ. ഒന്നാമത് യാഗപീഠത്തിങ്കിൽ യാഗവസ്തുവിനെ അവിടെ വച്ചേച്ച് ഒന്നാമത് ചെന്ന് നിന്റെ സഹോദരനോട് നിരന്ന് കൊള്ളുക. why that should be done? എന്തുകൊണ്ടത് ചെയ്യണം? മത്തായി 18:35 വായിക്കാം. മത്തായി 18:35. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. നിന്റെ സഹോദരനോട് നീ ഒന്നാമത് നിരപ്പ് പ്രാപിക്കാഞ്ഞാൽ, ക്ഷമിക്കാഞ്ഞാൽ, ദൈവമും നീ ചെയ്ത പാപം ക്ഷമിക്കുകയില്ല. ദൈവം നമ്മുടെ പാപം ക്ഷമിക്കാതിരുന്നാൽ നാം പാപത്തിൽ മരിക്കേണ്ടി വരും. Our disaster shall be so great. ആകയാൽ ഒന്നാമത് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒന്നാമത് നിന്റെ സഹോദരനോട് നിരപ്പ് പ്രാപിക്കുക. അവസാനം മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം വചനം ശ്രദ്ധിപ്പീൻ. മത്തായി 6:33. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെയും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ആമേൻ, ഹല്ലേലൂയ. എല്ലാം നിനക്ക് ലഭിക്കും. അവന്റെ രാജ്യം, ക്രിസ്തുവിന്റെ രാജ്യം. അതെന്താണ്? അത് എവിടെ ഉണ്ട്? റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വായിക്കാം. റോമർ 14:17. അവന്റെ രാജ്യം 14. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോയ് ഇൻ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ സന്തോഷം, അതാണ് അവന്റെ രാജ്യം. പരിശുദ്ധ ആത്മാവ് ഒരുത്തനിൽ കടന്നു വരുമ്പോൾ, ആത്മാവിൽ അവൻ നിറയുമ്പോൾ അവനിൽ വരുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. ആമേൻ. ഗാഡ്സ് പവർ. അത് 3 തരത്തിലാണ് ദൈവത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുന്നത്. നമ്പർ 1, കൺവേർഷൻ പവർ. കൺവേർഷൻ പവർ, രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. ആമേൻ.
യേശു കർത്താവ് ചെയ്ത അത്ഭുതം കാനാ കല്യാണ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചില്ല, പ്രസംഗിച്ചില്ല. വചനം പഠിപ്പിക്കുന്നു, വെള്ളം അവന്റെ സാന്നിധ്യത്താൽ വീഞ്ഞായി തീർന്ന്. കൺവേർഷൻ പവർ. സക്കായിയുടെ വീട്ടിൽ എന്റെ അപ്പൻ പ്രവേശിച്ചപ്പോൾ അവിടെ പ്രാർത്ഥിച്ചില്ല, പ്രസംഗിച്ചില്ല. കർത്താവിന്റെ സാന്നിധ്യത്താൽ സക്ക എന്നുള്ള കപടൻ രൂപാന്തരപ്പെട്ട്. കൺവേർഷൻ പവർ. അതേ പവർ നിന്നിലും എന്നിലും നിറയ്ക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. മക്കളില്ലാത്ത ഒരു വീട്ടിൽ ചെന്ന് നീ ചവിട്ടി യേശുവിൻ നാമത്തിൽ ഈ മകളുടെ ഗർഭം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രൂപാന്തര ശക്തി, അഗ്നിയുടെ ശക്തി ഇറങ്ങും. അവൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. രൂപാന്തര ശക്തിയുമായി ഒരു സിനിമ തിയേറ്ററിന്റെ സ്റ്റെപ്പിൽ തട്ടി ഈ സിനിമ തിയേറ്റർ അനേകരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സിനിമ തിയേറ്റർ മൂടട്ടെ, മൂടി പോകട്ടെ എന്ന് നീ കാല് ചവിട്ടി പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിച്ചിരിക്കും. അനേകരെ കള്ളു കുടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ബിവറേജസ് കോർപ്പറേഷൻ നീ നിന്റെ കാലുകൾ അതിന്റെ പടിയിൽ ചവിട്ടി യേശുവിൻ നാമത്തിൽ ഇത് ഞാൻ അടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ദൈവം അത് അടച്ചിരിക്കും. കൺവേർഷൻ പവർ. കൺവേർഷൻ പവർ. ഹല്ലേലൂയ. രണ്ടാമത് കോൺഫ്രണ്ടേഷൻ പവർ. ചെറുത്ത് നിർത്തുന്ന ശക്തി. ചെറുത്ത് നിർത്തുന്ന ശക്തി. മന്ത്രവാദ കെട്ടുകൾ നിന്റെ ഭവനത്തിൽ ആക്രമിക്കുമ്പോൾ നീ ദൈവാത്മാവിൽ നിറഞ്ഞു നിന്ന് ഈ ദുഷ്ടന്റെ കരത്തെ ഞാൻ ചെറുത്ത് നിർത്തി കുടുംബത്തെ ഞാൻ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് അവിടെ ഇറങ്ങി തീ മതിലായി നിന്റെ ഭവനത്തിൽ, നിന്റെ പട്ടണത്തിൽ, നിന്റെ ദേശത്തെയും നിന്റെ പള്ളി പുറയും അവിടെ ചെറുത്ത് നിർത്തിയിരിക്കും. കോൺഫ്രണ്ടിങ് പവർ. കോൺഫ്രണ്ടിങ് പവർ. മൂന്നാമത് കോൺക്വറിംഗ് പവർ. ജയം കൊള്ളുന്ന ശക്തി. മോശയുടെ സർപ്പം മന്ത്രവാദികളുടെ സർപ്പത്തെ വിഴുങ്ങിക്കളഞ്ഞതുപോലെ നീ ഒറ്റയ്ക്ക് ഒരുത്തൻ നിന്റെ ദേശത്തിൽ ആത്മാവിന്റെ നിറവിൽ ജീവിച്ചാൽ അവിടെ ഒരു ആൾ ദൈവങ്ങൾക്കും പിഴപ്പില്ല. അവിടെ ഒരു മന്ത്രവാദിക്കും ജീവനില്ല. അവിടെ ഒരു വിഗ്രഹം ശോഭിക്കുകയില്ല. കോൺക്വറിംഗ് പവർ. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലാട്ടോ, ലോകം അറിയപ്പെടുന്ന ഫിലോസഫർമാർ നിന്ന് പ്രസംഗിച്ച ഗ്രീസിന്റെ തലസ്ഥാനം ഏതേൻസ് പട്ടണത്തിലെ മാർസ് ഹില്ലിൽ നിന്ന് എന്റെ സഹോദരൻ പൗലപ്പോസ്തലൻ സുവിശേഷം അറിയിച്ചപ്പോൾ നോഞ്ചാന്മാർ സുവിശേഷം തള്ളിക്കളഞ്ഞു. അഡ്രസ് ഇല്ലാത്തവന്മാർ സുവിശേഷം തള്ളിക്കളഞ്ഞു. പക്ഷേ a man with good reputation, അഡ്രസ്സും ശക്തിയും അധികാരവുമുള്ള ഡയനീസിയോസ്, ഏതേൻസ് കോടതിയിലെ മജിസ്ട്രേറ്റ്, പട്ടണത്തിന്റെ ഗവർണർ എല്ലാം വലിച്ചെറിഞ്ഞ് സുവിശേഷം അറിയിക്കുന്ന പൗലോസിന്റെ യേശു എനിക്ക് വേണം. അപ്പോസ്തലർ 17:34 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതാണ് ദൈവശക്തി. ആ ശക്തിയാൽ നിന്നെ നിറയ്ക്കുവാൻ എന്റെ ദൈവത്തിന് ഇന്ന് താല്പര്യം ഉണ്ട്. മുൻഗണന യേശുവിന് നൽകിയാട്ടെ. നമുക്ക് എഴുന്നേൽക്കാം. കൃപ 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 ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുക. കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു. എല്ലാരിലും എല്ലാരിലും എല്ലാരിലും. നന്ദി അപ്പാ, നന്ദി അപ്പാ, നന്ദി അപ്പാ. യേശുവേ നന്ദി. കരം ഉയർത്തുക. കരം തട്ടുക. ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും ബലമായി ബലമായി അത്യുച്ചത്തിൽ അത്യുച്ചത്തിൽ അഗ്നിയിൽ നിറഞ്ഞ് അഭിഷേക തീയിൽ. ആമേൻ. ഹല്ലേലൂയ. കൃപ ദൈവ കൃപ. വാ തുറക്ക, വാ തുറക്ക. ഉച്ചത്തിൽ നിലവിളിക്കുക. യേശുവേ
യേശുവേ, യേശുവേ. വാ തുറക്ക സിസ്റ്റർ, സിസ്റ്റർ വാ തുറക്ക, ബ്രദർ വാ തുറന്ന് യേശുവേ എന്ന് വിളിക്കുക. യേശുവേ. കരമുയരട്ടെ, കരമുയരട്ടെ. ഉയർത്തിയ കരം അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. യേശുവേ, അപ്പാ, ദാവീദ് പുത്ര, നല്ല ദൈവമേ, നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. കൃപ, കൃപ, ഫയർ ഫ്രം എബോവ്. യേശുവേ, യേശുവേ, എന്റെ പാപം മോചിക്കണമേ. വാ തുറക്ക, വാ തുറക്ക, വാ തുറക്ക. കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു. ദൈവ ജനത്തെ ബന്ധിച്ചിരിക്കുന്ന കയറുകൾ പൊട്ടുന്നു. ഇപ്പോൾ, 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 ഇപ്പോൾ ദിവ്യ ശക്തി, ദിവ്യ ശക്തി, ദിവ്യ ശക്തി, ദിവ്യ ശക്തി നിങ്ങളിൽ, 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 നിങ്ങളിൽ എല്ലാവരിലും, 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 എല്ലാവരിലും. കൃപ, 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 കൃപ. അഗ്നി, 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 അഗ്നി എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ഉള്ളിൽ വരണമേ. അപ്പാ, എന്റെ ഹൃദയം അങ്ങേക്ക് തരുന്നു, എന്റെ ഹൃദയം അങ്ങേക്ക് തരുന്നു. യേശു നിന്റെ ഉള്ളിൽ, യേശു നിന്റെ ഹൃദയത്തിൽ, യേശു നിന്റെ ജീവിതത്തിൽ. വാ തുറന്ന് ആർപ്പിടുക, 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 വാ തുറന്ന് ആർപ്പിടുക. അഗ്നിയിൽ നിറഞ്ഞ്, അഗ്നിയിൽ നിറഞ്ഞ്, അഭിഷേകത്തിൽ നിറഞ്ഞ്, അഭിഷേകത്തിൽ നിറഞ്ഞ് എല്ലാവരും, എല്ലാവരും കരം ഉയരട്ടെ, കരം ഉയരട്ടെ, കരം ഉയരട്ടെ. ഉയർത്തിയ കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി, പുതു ശക്തി. ദൈവ മക്കൾക്ക് വിരോധമായി ദുഷ്ട മാന്ത്രികത്തിന്റെ ശങ്കലകൾ ഇടാ പൊട്ടുന്നു, ഇടാ പൊട്ടുന്നു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം. ദൈവ മക്കളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി കെട്ടിയിരിക്കുന്ന മാന്ത്രിക കയറുകൾ ഇപ്പോൾ പൊട്ടിപ്പോകട്ടെ, ഇപ്പോൾ പൊട്ടിപ്പോകട്ടെ, ഇപ്പോൾ പൊട്ടിപ്പോകട്ടെ. ഇപ്പോൾ, 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 ഇപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുക, ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുക, ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുക, ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുക. ഹല്ലേലൂയ. നൃത്തം ചെയ്ത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുക, നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക, നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ടീ 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 ടീ. കട്ടുകൾ പൊട്ടുന്നു, കട്ടുകൾ പൊട്ടുന്നു, കട്ടുകൾ പൊട്ടുന്നു. മുളകൾ മാറുന്നു, കട്ടികൾ തെറിക്കുന്നു. ക്യാൻസർ യേശു നാമത്തില് മാറുന്നു, ക്യാൻസർ യേശു നാമത്തില് മാറുന്നു, ക്യാൻസർ യേശുവിൻ നാമത്തില് മാറുന്നു, ക്യാൻസർ യേശുവിൻ നാമത്തില് മാറിപ്പോകുന്നു, ക്യാൻസർ യേശുവിൻ നാമത്തില് മാറിപ്പോകുന്നു, ക്യാൻസർ യേശുവിൻ നാമത്തില് മാറിപ്പോകുന്നു. ഗർഭത്തെ അടച്ചിരിക്കുന്ന ശാപം യേശുവിൻ നാമത്തില് മാറിപ്പോകുന്നു. ഇപ്പോൾ, 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 ഇപ്പോൾ ജോലി ലഭിക്കാൻ കഴിയാതെ, പഠിത്തത്തിന് യോഗ്യമായി ഒരു ഉദ്യോഗം ലഭിക്കാൻ കഴിയാതെ നിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്ന യേശു, അടഞ്ഞിരിക്കുന്ന വാതിൽ യേശു തുറക്കുന്നതാ. ഈ വടിയ യുവാവേ ദൈവത്തിന് മുൻഗണന നൽകുക, ഈ വടിയ യുവാവേ യേശുവിന് മുൻഗണന നൽകുക. നിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന ദിവസമാണ്. കൃപ, 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 കൃപ. എന്റെ ഇടതുഭാഗത്തിൽ മാറിലെ ക്യാൻസർ യേശു തൊട്ട് സൗഖ്യമാക്കുന്ന സിസ്റ്റർ. There is no cancer now. There is no cancer now.
ഇപ്പോൾ 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 ഭവനങ്ങള് ബന്ധിച്ചിരിക്കുന്ന മദ്യപാന കയറുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അഴിച്ചു വീഴുന്നു, അഴിഞ്ഞു വീഴുന്നു, അഴിഞ്ഞു വീഴുന്നു, അഴിഞ്ഞു വീഴുന്നു, അഴിഞ്ഞു വീഴുന്നു. കൃപ 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 ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിടോ യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ, കരമുയർത്തി കേട്ടിടാം. കാലമേറെയില്ലല്ലോ, കാകളം നാം കേട്ടിടാം. കാണ്ടൻ ബാരാ പോകാരാ, കാണ്ടൻ ബാരാ നാമും പോകാരാ. ശാപങ്ങൾ തകർന്നിടോ യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടോ യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. ഇനി ശോകമില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയിൽ തികച്ചു നാം ഒരുങ്ങിടുക. രാഗലാജന ശാലാകാര രാഗലാജന രാഗലാജന ശാലാകാന ജാന രാഗലാന. കാലമേറെ ഇല്ലല്ലോ, കാകളം നാം കേട്ടിടാം. കാലമേറെ ഇല്ലല്ലോ, കാകളം നാം കേട്ടിടാം. കാന്തൻ ബാരാ നാമും പോകാരാ. കാന്തൻ ബാരാ നാമും പോകാരാ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയിൽ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയിൽ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ, കാകളം നാം കേട്ടിടാം. കാലമേറെ ഇല്ലല്ലോ, കാകളം നാം കേട്ടിടാം. കാന്തൻ ബാരാ ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, അഗ്നിയിൽ നിറയുക, അഗ്നി നിറയുക, അഗ്നിയിൽ നിറയുക, ആത്മാവിൽ നിറയുക. അഭിഷേക തീ. റഗ്ഗാല ദണ്ഡന ദബ ലജഞ്ചന ദബല ജബ റഖാല ദണ്ഡന ദബല ജബ റഗ്ഗാല ദണ്ഡന ദബല ജബ റഖാല ദണ്ഡന ദബല ജബ റശാലദ. സ്വർഗ്ഗം താണിറങ്ങി വരുന്നു. നിറഞ്ഞു പ്രാർത്ഥിക്കുക, ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുക, ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുക, അഗ്നിയിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുക. Father, I am your servant. I come across every wicked plans against thy children, and I bless them everyone in the mighty name of Jesus. ദുഷ്ടൻ ഈ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി മെനഞ്ഞിരിക്കുന്ന എല്ലാ പദ്ധതികളും യേശുവിൻ നാമത്തിൽ ഞാൻ ഇപ്പോൾ തകർത്ത് എറിയുന്നു പിതാവേ. ഇവർ സർവ്വ രീതിയിലും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ വിടുതലിൻ അംശമായി കൽപ്പിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാ ദൈവത്തിന്റെ അഭിഷേകവും
സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.